ഈ വാർത്ത കേട്ടപ്പോൾ മുതലേ വല്ലാത്തൊരു അസ്വസ്ഥയില്ല ഞാൻ. അവളെ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പറയാതെ വീടിന് പുറത്തേക്ക് പോലും പോകുന്ന ആളല്ല സ്വാതി. എവിടെ പോയാലും ആ വിവരം നമ്മൾ അറിഞ്ഞിരിക്കും. പക്ഷെ ഇതറിയില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ചതിയുണ്ടെന്ന് അതിനർത്ഥം. അവക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളിപ്പോൾ തിരിച്ചു വന്നേനെ. ഈ വീട്ടിൽ നിന്ന് അവളെ കാണാതായത് നിന്ന നിപ്പില് അപ്രത്യക്ഷമാവുന്നില്ലല്ലോ. അവളെവിടെയോ പുറത്തു പോയതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതെവിടെ പോയി എന്തിനു പോയി നോക്കിയാ ഇനി അറിയേണ്ടത്. എനിക്ക് എൻ്റെ വിഷമങ്ങൾ നിങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവക്കൊരു അപകടം സംഭവിക്കരുത്, അത്രയേ ഉള്ളൂ എനിക്ക്. നീലേ, ഇനി തീരുമാനിക്കേണ്ടത് നമ്മളാ. രാഹുൽ പറഞ്ഞത് ശരിയല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് മനസ്സറിവില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പോലീസിലൊരു പരാതി കൊടുക്കുന്നത് നന്നായിരിക്കും. പോലീസോ? അതെ. ഇനി അവർ വിചാരിച്ചാലേ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്താലോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും ആലോചിച്ചിരിക്കണം. ഒന്നാമത് ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്, അതും എൻ്റെ ഭാര്യ. വാർത്ത എങ്ങാനും ലീക്കായ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. നിനക്ക് വിഷമമുണ്ടോ സ്വാതിയെ കാണാൻ പറ്റത്തേല്? എടാ, നീ എന്തിനാ വിഷമിക്കുന്നേ? സ്വാതി ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്നായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? അതങ്ങ് നടന്നു വിചാരിച്ച പോരെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആളെ കാണാനില്ല, എവിടെയാണെന്ന് ആർക്കും അറിയത്തുമില്ല. പിന്നെ നാരായൺജിയുടെ പ്രവചനം നീ അങ്ങ് മറന്നുപോയോ? 1 വർഷത്തിനുള്ളില് സ്വാതി മരിക്കുന്നായിരുന്നു അത്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? സംഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? വല്ല അപകടം വല്ലതും പറ്റിയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ വിവരം ഇവിടെ അറിയേണ്ടതല്ലേ? എങ്ങനെ അറിയാനാ? തിരിച്ചറിയാൻ പറ്റാത്ത എത്രയോ മൃതദേഹങ്ങള് ഓരോ ദിവസം ഗവൺമെന്റ് ആശുപത്രി വരുന്നുണ്ട്. അതുപോലെ ഒന്നും അല്ല സ്വാതി. അവളെ അത്യാവശ്യം ആൾക്കാർ തിരിച്ചറിയും. ഓ, സോഷ്യൽ മീഡിയയിലെ താരമാണല്ലോ സ്വാതി. ഞാൻ അത് ഓർത്തില്ല. ശരി, എന്നാ അത് വിടാം. പച്ചില പറിക്കാൻ വേണ്ടി കാട് കയറുന്നതിനിടയില് പാമ്പ് കൊത്തിന്ന് വിചാരിക്കാം. എന്നിട്ട് വിഷം തീണ്ടി മരിച്ചു. അങ്ങനെ സംഭവിക്കാലോ. നീ അങ്ങനെയൊന്നും പറയില്ലേ ഗൗരി. ഹലോ, എന്തു പറ്റി ഇപ്പൊ ഒരു സോഫ്റ്റ് കോർണർ? കൊറേ നേരമായി വേദ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? എന്താന്നൊന്നും പറഞ്ഞില്ല. എന്തോ സഹായം ചോദിക്കാനാണെന്നാ പറഞ്ഞേ. നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്ക്. പിന്നെന്താ, അവളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ എളുപ്പം നടത്തിത്തരാൻ പറ്റുന്ന സഹായം അല്ല ഞാൻ ചോദിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. അച്ഛന് പോലീസിലെ നല്ല ബന്ധമല്ലേ? കുഴപ്പമില്ല. അച്ഛൻ വിചാരിച്ച തെറ്റ് ചെയ്തൊരാളെ രക്ഷിക്കാൻ പറ്റില്ലേ? അത് തെറ്റിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഒരാള് വേറൊരാളെ കൊന്നു വിചാരിക്കാം. അങ്ങനെ ഒരാളെ അച്ഛൻ വിചാരിച്ച രക്ഷിക്കാൻ പറ്റുമോ? കൊലപാതകോ? തെളിച്ചു പറയടി. സ്വാതിയെ കാണാനില്ലെന്ന് അറിഞ്ഞു കാണുമല്ലോ. അവളിനി തിരിച്ചു വരാൻ പോകുന്നില്ല. അവള് മരിച്ചു. വേദേ, അലറണ്ട. അതൊരു വെറും മരണമല്ല, കൊലപാതകോ. പക്ഷേ ആര് വിചാരിച്ചാലും അത്ര എളുപ്പമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാ
പോലീസ് മനസ്സ് വെച്ചാ അത് നടക്കും. എല്ലാം പോലീസിന്റെ അന്വേഷണത്തിന്റെ മിടുക്ക് പോലിരിക്കും. സ്വാതിയുടെ മരണവുമായിട്ട് നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? ഡീ അച്ഛൻ ചോദിച്ചിട്ടില്ലേ? അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയുന്നത്? ഞാനൊരു സഹായം ചോദിച്ചു, അത് നടത്തിത്തരാൻ പറ്റുമോ ഇല്ലയോ? ഗിരി നിക്ക്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടി, എവിടെയെങ്കിലും നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ വന്ന് ശകുനം മുടക്കി നിൽക്കരുതെന്ന്. നിന്റെ മുഖം കണ്ടുപോയാ അതോടെ തീർന്നു അന്നത്തെ ദിവസം. ഹ, ഇങ്ങനെ ചൂടാവല്ലേ. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? കാമുകിയായ ഞാനും കാമുകനായ ഗിരിയും കാണേണ്ട ദിവസം. ഹാപ്പി വാലന്റൈൻസ് ഡേ ഡിയർ. ഗിരി, അതെന്റെ ഹൃദയമായിരുന്നു. നിനക്കേ ഭ്രാന്ത, ഇതിന് ചികിത്സിക്കണം. അതിനാ ഗിരി എന്നെ കെട്ടാമോന്ന് ചോദിക്കുന്നത്. ഗിരിക്ക് അറിയോ, ഇന്നലെ സ്വപ്നത്തില് ഫാദർ വാലന്റൈൻ എന്നെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താന്നറിയോ? ഗിരി എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അതൊന്നും കണക്കിലെടുക്കരുതെന്ന്. അറിയാലോ വാലന്റൈനെ, പ്രണയത്തിന്റെ ദൈവം. എനിക്ക് തോന്നിയതായിരിക്കുമല്ലേ? കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് വെക്കണം. അയ്യോ, പ്രേതം! Dum dum dum